കോവിഡ് സമയം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്വാസം മുട്ടലായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾക്കന്ന് അമ്മയെ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ അതേ രീതിയിലായിരുന്നു അമ്മ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് കെയർ ആൻഡ് ക്യൂറിൽ നിന്ന് കിട്ടിയത്. ആ അമ്മയാണ് ഇവിടെ നിന്ന് എണീറ്റ് നടന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരു നേരെ ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ആയിരുന്ന സമയത്ത് ഈ കെയർ ആൻഡ് ക്യൂറിൻ്റെ നമസ്കാരം, എൻ്റെ പേര് സുരേഷ് ബാബു. ഞങ്ങൾ വേറ്റിക്കോണത്ത് വിശാഖ് എന്ന ഭവനത്തിലാണ് താമസിക്കുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയറായി. ഇത് എൻ്റെ വൈഫ്, ഇത് എൻ്റെ അമ്മ. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. ഞാൻ നിയമസഭയിൽ അണ്ടർ സെക്രട്ടറിയായി വർക്ക് ചെയ്യുന്നു. അമ്മയുടെ പേര് പുഷ്പമ്മ. അമ്മയ്ക്കിപ്പോൾ 80 വയസ്സായി. 2020 അവസാനം അമ്മയ്ക്ക് ഒരു ശ്വാസമുട്ടലിൻ്റെതായിട്ട് വന്നിട്ട് ഞങ്ങൾ ജൂബിലിയിൽ നേരത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ജൂബിലിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഓക്സിജൻ ലോ ആയിരുന്നു. അവിടെ നിന്ന് ഓക്സിജൻ സപ്പോർട്ട് കൊടുത്തിട്ട് അത് ഓക്സിജൻ കൂടാത്തതുകൊണ്ട് അവർ പറഞ്ഞു അവിടെ നിന്ന് ഒരു ICUയിൽ അഡ്മിറ്റ് ചെയ്യണം. അവിടെ നിന്ന് വാർഡ് ഒഴിവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മെഡിക്കൽ കോളേജിലോട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്യും. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് കരുതി ഞങ്ങൾ ശാസ്ത്രമടുത്ത് വന്നപ്പോൾ അവിടെ അവർ അഡ്മിറ്റ് ആക്കിയില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി അവിടെ ഒരാഴ്ച കിടന്നു. കോവിഡ് സമയം ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവർ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പം ദൈവം സഹായിച്ച അമ്മയ്ക്ക് കോവിഡ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ പ്രത്യേക ഒരു റൂമല്ല വാർഡായിരുന്നു, അവിടെ ആക്കി. അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് നന്നായിട്ട് മാറിയില്ലെങ്കിലും വീട്ടിൽ ഓക്സിജൻ സപ്പോർട്ടോടുകൂടി വീട്ടിൽ ആയിരിക്കണമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഞങ്ങളിവിടെ കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്വാസം മുട്ടലായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എവിടെയെങ്കിലും അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഓഫീസിലുള്ള ആളാണ് പറഞ്ഞത് ഇങ്ങനെ കെയർ ആൻഡ് ക്യൂറിനെ പറ്റി. ആ നമ്പറിൽ വിളിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഡോക്ടർ വന്നിട്ട് അമ്മ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയായിരുന്നു മെഡിക്കൽ കോളേജിൽ. കൊണ്ടുപോയപ്പോഴത്തേക്ക് അവർ പറഞ്ഞ ഓക്സിജൻ സപ്പോർട്ടിൽ തന്നെയാണ് വേണ്ടത്. പിന്നെ ഒരു നേഴ്സ് വന്ന് നന്നായിട്ട് കഫം നല്ല ഇതുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് അത് എടുക്കാൻ വേണ്ടി ട്യൂബിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നു. ആ പയ്യനാണ് ഞാൻ വീണ്ടും വിളിച്ചത്. അരുണെന്നാണെന്ന് തോന്നുന്നു പേര്. വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് നാളെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ആണ് മൂർത്തി ഡോക്ടറാണ് വന്നത്. ആ സാറാണ് അന്ന് തൊട്ട് ഇതുവരെ ട്രീറ്റ്മെൻറ്റ്. ഞങ്ങൾക്കന്ന് അമ്മയെ നഷ്ടപ്പെട്ടു പോകേണ്ട ഒരവസ്ഥയായിരുന്നു. അങ്ങനെ സാറ് വന്ന് നോക്കിയതിന് ശേഷം സാറ് ഒരാഴ്ച അവിടെ നിന്ന് നേഴ്സും രാവിലെയും വൈകുന്നേരവും വന്ന് അമ്മയ്ക്ക് ഇവിടെ മരുന്നെല്ലാം ഇഞ്ചെക്ട് ചെയ്ത് ട്രിപ്പിട്ട് ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെയാണോ അതേ രീതിയിലായിരുന്നു അമ്മ ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. ആ ഒരു 1-2 ആഴ്ച കൊണ്ട് 3 മാസം വരെ പക്ഷേ അമ്മയ്ക്ക് എണീറ്റ് പുറത്ത് പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല, ഒരേ കിടപ്പായിരുന്നു. എന്നാലും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾക്ക് കെയർ ആൻഡ് ക്യൂറിൽ നിന്ന് കിട്ടിയത്. ഇന്നുവരെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ എന്തുണ്ടെങ്കിലും ഉടനെ ഞങ്ങൾ അവിടെ വിളിച്ച് പറയും. അവർ പിറ്റേന്ന് തന്നെ ഡോക്ടറെ അറേഞ്ച് ചെയ്യും. പറയുന്ന സമയത്ത് തന്നെ ഡോക്ടർ എത്തുകയും ചെയ്യും. നല്ല ട്രീറ്റ്മെൻറ്റാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 3 മാസം വരെ അമ്മ എണീറ്റ് നടക്കാൻ പറ്റില്ലായിരുന്നു. ഈ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഇപ്പം തനിയെ എഴുന്നേറ്റ് പോകും. മുട്ടിനൊരു പ്രശ്നമുണ്ട്. ആ അമ്മയാണ് ഇവിടെ നിന്ന് എണീറ്റ് നടന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അമ്മയ്ക്ക് ഒരു നേരെ ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ ആയിരുന്ന സമയത്ത് ഈ കെയർ ആൻഡ് ക്യൂറിൻ്റെ സഹായത്തോടെ ബൈപ്പാപ്പ്, പിന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ തുടങ്ങിയ ഞങ്ങൾക്ക് ലഭ്യമാക്കുകയും അതിലൂടെ അമ്മയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ മെച്ചപ്പെടുകയും ശ്വാസം തന്നെ ഓക്സിജൻ ഇല്ലാതെ തന്നെ എടുക്കേണ്ട ഒരവസ്ഥ വന്നു. ഇപ്പോഴും ഓക്സിജൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ അമ്മ ശ്വസിക്കുകയും എഴുന്നേറ്റ് നടക്കുകയും ചെയ്യുന്നു. പിന്നെ ഈ കെയർ ആൻഡ് ക്യൂറിൻ്റെ സേവനം ഞങ്ങളുടെ ബന്ധുക്കൾക്ക്, വയസ്സായ ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധുക്കൾക്ക് ഞങ്ങൾ അവർക്ക് ഈ നമ്പേഴ്സ് കൊടുക്കുകയും അവർ ഈ കെയർ ആൻഡ് ക്യൂറിൻ്റെ സേവനം അവർക്കും ലഭ്യമാക്കുകയും ചെയ്തിട്ടുള്ളതാകുന്നു. പിന്നെ ഈ കെയർ ആൻഡ് ക്യൂറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അവരുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് പെരുമാറുന്ന രീതികളും പിന്നെ ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ എടുക്കുന്ന ആ സമീപനവും എല്ലാം ഇനിയും തുടർന്നും ഉണ്ടാവണമെന്നും ഈ കെയർ ആൻഡ് ക്യൂർ ഇങ്ങനെ കൂടുതൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നും അതിലുള്ള എല്ലാ സ്റ്റാഫിനെയും ഞങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്തുകൊള്ളുന്നു.